കർത്താവിൻ്റെ ശുശ്രൂഷകനാകുവാനുള്ള അടിസ്ഥാനപരമായ യോഗ്യതകളൊന്നും എനിക്ക്, എൻ്റെ തറവാടിന്, എൻ്റെ വിദ്യാഭ്യാസത്തിന്, എൻ്റെ സാമ്പത്തികത്തിനൊന്നുമില്ല എന്ന് നമുക്കെല്ലാവർക്കും പറയാൻ കഴിയുന്ന കാര്യമാണ്. എന്നിട്ടും എന്നെ കർത്താവ് വിളിച്ചു, തെരഞ്ഞെടുത്തു, ശുശ്രൂഷകനാക്കി. എന്തുകൊണ്ടാ? അടിസ്ഥാനം എന്താ? കൃപാദാനത്താൽ. നാം വിളിക്ക് യോഗ്യമാകും വണ്ണം നടക്കണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം നാം ധ്യാനിക്കാൻ പോവുകയാണ്. ഒയാസിസ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. എഫെസ്യ ലേഖനവുമായി ബന്ധപ്പെട്ട ആത്മീക ചിന്താധാരകൾ നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഫീഡ്ബാക്കിലൂടെ ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. ഇതിനുവേണ്ടി സാമർഥ്യത്തോടെ, സമർപ്പണത്തോടുകൂടെ നിലകൊള്ളുന്ന യുവചേതനകൾ, എൻ്റെ സ്നേഹിതരായവർ എന്നോടൊപ്പമുണ്ട്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അവരുടെ ആത്മീക ശുശ്രൂഷ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ പ്രയോജനപ്രദമാകാൻ വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നു. വചനം പഠിക്കേണ്ടതിന് നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം, ഉന്മേഷം, അത് ദൈവനാമത്തിന് പ്രയോജനമാകട്ടെ, അനുഗ്രഹമാകട്ടെ, കർത്താവിൻ്റെ നാമമഹത്വത്തിനാകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ നിലപാടുകളും. 4-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചില വിചാരങ്ങൾ കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞത് ഓർക്കുമല്ലോ. പെട്ടെന്ന് അങ്ങനെ ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു ലേഖനമല്ല എഫെസ്യ ലേഖനം. ഇതുവരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട്. വളരെ ആഴത്തിൽ പദാനുപദമായിരിക്കുന്ന ആശയങ്ങളെ നാം നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്, ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് വിളിക്ക് യോഗ്യമാകും വണ്ണം നടക്കുക എന്നതാണ്. വിളിക്ക് യോഗ്യമാകും വണ്ണം. 1-ാമത്തെ വാക്യം ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം. ആരാ വിളിച്ചത്? നമ്മുടെ കർത്താവാണ് നമ്മെ വിളിച്ചത്. എന്നെ വിളിച്ചത്? നമ്മെ വിളിച്ചിരിക്കുന്ന വിളി തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം മുന്നമേയാണ്. നമ്മളൊക്കെ ഈ പാർത്തലത്തിൽ വന്ന ശേഷം, നമ്മളൊക്കെ കൊള്ളാമെന്ന് ദൈവത്തിന് മുമ്പാകെ തെളിയിച്ച ശേഷമല്ല വിളി അതിനൊക്കെ മുമ്പെയാണ്. തെരഞ്ഞെടുപ്പും വിളിയുമൊക്കെ അതിനൊക്കെ മുമ്പെയാണ്. നാം ജനിക്കുന്നതിന് മുൻപെയാണ്, ലോകസ്ഥാപനത്തിന് മുൻപെയാണ്. അതാണ് ദൈവത്തിന്റെ മുൻനിർണയം, ദൈവത്തിന്റെ മുന്നറിവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അന്നേ നാം വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ ആ വിളിക്ക് യോഗ്യമാകും വണ്ണം എന്ന് പറഞ്ഞാൽ വിളിച്ചവന്റെ ഇഷ്ടാനുസരണം എന്നും കൂടെയുണ്ട്. ഓക്കെ, മാത്രമല്ല വിളിച്ചവൻ എന്തിനാണോ വിളിച്ചത് ആ വിളിയുടെ ദൗത്യം അത് കൃത്യതയോടുകൂടെ നിറവേറ്റേണ്ടതിനു വേണ്ടി എന്നും കൂടെയുണ്ട് അതിനകത്ത്. ഓക്കെ, അങ്ങനെ ഒത്തിരി ആശയങ്ങൾ ഉള്ള ഒരു പ്രയോഗമാണ് വിളിക്ക് യോഗ്യമാകും വണ്ണം എന്ന് പറയുന്നത്. പലരും അവരുടെ വിളിയെക്കുറിച്ച് അവബോധമില്ലാത്തവരാണ്. അവരെ ആര് വിളിച്ചു എന്നും എന്തിനായി വിളിച്ചു എന്നും എവിടേക്ക് വിളിച്ചു എന്നും ഉള്ള അവബോധമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരുണ്ട്. അതൊക്കെ പരാജയത്തിലേക്ക് നിപതിക്കുമ്പോൾ വിളിയെക്കുറിച്ച് ഉറപ്പുള്ളവർ, വിളിയെക്കുറിച്ച് അവബോധമുള്ളവർ അതിനനുസാരമായി മുൻപോട്ട് പോകാൻ കാരണമായി തീരും. ആ നിലയിൽ നമുക്ക് പ്രയോജനപ്പെടാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എഫെസ്യ ലേഖനം 6 അധ്യായങ്ങളിലൂടെ വിളിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ ഒന്ന് വ്യക്തമാക്കാനാണ് ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത്. ശാന്തമായി ആവശ്യബോധത്തോടുകൂടി നമുക്കതിനെ ആഴത്തിൽ ചിന്തിപ്പാനിടയാകട്ടെ. നിങ്ങളുടെ വിളിക്ക് യോഗ്യമാകും വണ്ണം എന്ന് പറയുമ്പോൾ 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ വിളിയുടെ പരമമായിരിക്കുന്ന ഉദ്ദേശം വ്യക്തമാക്കുന്നുണ്ട് ഗ്രന്ഥകാരൻ അപ്പോസ്തലനായ പൗലോസ്. 1-ാം അധ്യായത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനു വേണ്ടിയാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശമാണ്. അപ്പോൾ തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നതും അതിനുവേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് 1-ന്റെ 4-ാമത് വാക്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരാകുക, നിഷ്കളങ്കരാകുക. മാത്രമല്ല 5-ാം വാക്യം നാം വായിക്കുമ്പോൾ ദത്തെടുക്കേണ്ടതിനു വേണ്ടി എന്നൊരു പ്രയോഗമുണ്ട്. ഓക്കെ, നമ്മെ മുൻനിയമിച്ചിരിക്കുന്നത് ദത്തെടുക്കപ്പെടേണ്ടതിനു വേണ്ടിയാണ്. ദത്തെടുപ്പ് ഒക്കെ നമ്മൾ ചിന്തിച്ച കാര്യമാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എങ്കിലും ഒരു ചിന്ത പറയാം. ദൈവം നമ്മെ ദത്തെടുത്തു. എന്തിന്? തൻ്റെ മകനാകേണ്ടതിന്, മകളാകേണ്ടതിന്. പുത്രസ്ഥാനത്ത്
കൊണ്ടുവരേണ്ടതിന്, പുത്രിയാകേണ്ടതിനു വേണ്ടിയാണ് നമ്മെ ദത്തെടുത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മെ വിളിച്ചിരിക്കുന്നത് മക്കളാകേണ്ടതിനു വേണ്ടിയാണ്. അപ്പന്യ ഗുണം നമ്മിലൂടെ പ്രകടമാകുക, അപ്പന്യ ഗുണം നമ്മിലൂടെ വ്യക്തമാക്കുക, അതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിയുടെ ഉദ്ദേശം നിഷ്കളങ്കരായി അതുപോലെ വിശുദ്ധരായി ദൈവത്തിന്റെ മക്കളാകുക. ആ 4-5 വാക്യങ്ങളെ ഒരുമിച്ച് സമന്വയിപ്പിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നൊരു കാര്യം, നമ്മൾ വിളിയുടെ പരമമായ ഉദ്ദേശം വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ദൈവത്തിന്റെ മക്കളായി പരിണമിക്കുക എന്നുള്ളതാണ്. ലോകത്തിന്റെ മക്കളുണ്ട്, പിശാചിന്റെ മക്കളുണ്ട്, ജഡത്തിന്റെ മക്കളുണ്ട്. അങ്ങനെ മക്കൾ പലവിധമാണ്. പക്ഷേ ദൈവത്തിന്റെ മക്കളാകുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളാരെന്നിതിനാൽ അറിയാം എന്നൊരു പ്രയോഗമുണ്ട്. പിശാചിന്റെ മക്കളാരെന്നും ദൈവത്തിന്റെ മക്കളാരെന്നും ഇതിനാൽ അറിയാം എന്ന ആ പ്രയോഗം 3-ന്റെ 10-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്യം തന്നെയാണ്. ദൈവത്തിന്റെ മക്കളാരെന്ന് ഇതിനാൽ അറിയാം, ഏതിനാൽ എന്നൊരു ചോദ്യത്തിന്റെ പ്രസക്തി ഉണ്ട് ഇവിടെ. ആ ചോദ്യത്തിന് ഉത്തരം യഥാർത്ഥത്തിൽ എഫേസ്യർ 1-ന്റെ 4-ാം വാക്യമാണ്. വിശുദ്ധരാണോ, നിഷ്കളങ്കരാണോ, അപ്പന്യ ഗുണം നമുക്ക് നമ്മിലൂടെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ മക്കൾ ആണെന്നാണ്. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്വഭാവ മൂല്യങ്ങളെ, ദൈവത്തിൻ്റെതായിരിക്കുന്ന യോഗ്യതകളെ നമ്മിലൂടെ നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രക്ഷകനും കർത്താവും നമ്മുടെ പ്രാണനാഥനുമായ ക്രിസ്തുയേശുവിന്റെ മഹത്വപൂർണമായിരിക്കുന്ന ഔന്നത്യങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രകടമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പ് പറയാം, നാം ദൈവമക്കൾ തന്നെയാണ് എന്ന് നാം അറിയണം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം നമ്മൾ വായിക്കുമ്പോൾ വലിയൊരു വാക്യമാണ്. ആ വാക്യത്തിന്റെ മധ്യഭാഗം മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും: അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഇത് അരുളി ചെയ്യുന്നത് ആരാന്നറിയാമോ? ആരാ അരുളി ചെയ്യുന്നത് എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്ന ഒരു വലിയ വ്യവസ്ഥയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കാം, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, വേർപെടേണ്ടതിൽ നിന്ന് വേർപെടണം, അശുദ്ധമായതൊന്നും തൊടാതിരിക്കണം. ഈ 2 അലംഘനീയ പ്രമാണങ്ങളെ നാം പാലിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ നിഷ്കളങ്കരമാകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് കർത്താവ് നമ്മളെ പുത്രന്മാരും പുത്രിമാരും ആക്കി മാറ്റുന്നത്. അതിനുവേണ്ടിയുള്ള വിളിയാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൗലോസിന്റെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചല്ലോ, നമ്മൾ പഠിച്ചതാണ്. അതിനെ വിശദീകരിച്ച് ഹൃദയദൃഷ്ടിയുടെ പ്രകാശനത്താൽ പിതാവാം ദൈവം ആരാണെന്നറിഞ്ഞിട്ട്, പിതാവാം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം എന്താണെന്നറിഞ്ഞിട്ട്, പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമാഹരിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കൂമ്പാരം എന്താണെന്നറിഞ്ഞിട്ട്, ആ പിതാവാം ദൈവം നമ്മുടെ മേൽ വ്യാപരിപ്പിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണ് എന്ന് അറിഞ്ഞ് നാം ജീവിക്കണമെന്നൊക്കെയുള്ള മഹത്വപൂർണമായിരിക്കുന്ന ആഗ്രഹത്തോടുകൂടെ പൗലോസ് പ്രാർത്ഥിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയരെ ഓർത്തുകൊള്ളണം, 1-ാം അധ്യായത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മക്കളാകേണ്ടതിനു വേണ്ടിയാണ് എന്ന് നാം അറിയും. 2-ാം അധ്യായത്തിൽ വിളിയുടെ ഉദ്ദേശം എന്താ? 2-ാം അധ്യായത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം അതിന്റെ 21-22 വാക്യങ്ങളാണ്. സഭാദർശനം തന്നെയാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് നിവാസമാകാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് നിവാസമാകാൻ, അത് വളരെ കനത്ത ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിന് വസിക്കാനുള്ള നിവാസമായി നമ്മൾ പരിണമിക്കപ്പെടണം. നമ്മുടെ ഉള്ളിൽ പലതും ചിലതും വസിക്കുന്നുണ്ടാകാം, അധിവാസം ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വേറെ ഒന്നും അധിവാസം ചെയ്യാനല്ല, കർത്താവിന് അധിവാസം ചെയ്യണം, ദൈവത്തിന് നിവാസമാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് വസിക്കുവാൻ പറ്റിയ മന്ദിരമായി, ക്ഷേത്രമായി, ആലയമായി നമ്മൾ ആക്കിത്തീർത്തെങ്കിലേ പറ്റുള്ളൂ. ദൈവാധിവാസത്തിന് യോഗ്യമല്ലാത്തതെല്ലാം നമ്മിൽ നിന്നെടുത്തു കളഞ്ഞിട്ട് പാടെ പരിത്യജിച്ചുകൊണ്ട് ദൈവസാന്നിധ്യത്തെ, ദൈവ മഹത്വത്തെ നമ്മിൽ നിലനിർത്തേണ്ടതിന്, അത് ഞായറാഴ്ച മാത്രമല്ല, ഈ യോഗങ്ങളുടെ സമയത്ത് മാത്രമല്ല, കൺവെൻഷൻ സീസണിൽ മാത്രമല്ല, ഉപവാസ പ്രാർത്ഥനയുടെ നേരത്ത് മാത്രമല്ല, സർവദാ, എല്ലായ്പ്പോഴും, എല്ലായിടത്തും, എല്ലാവരുടെയും ഇടയിൽ ദൈവം എന്നിൽ വസിക്കുന്നു എന്നുള്ള ആ യോഗ്യതയോടുകൂടെ നിലനിൽക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നറിയണം. അതിനാണ് ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി മാറ്റിയത്.
അതിനാണ് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത് പുത്രനിലൂടെ. അതിന് മുകളിലുള്ള വാക്യങ്ങൾ 13, 14, 15, 16 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം ബോധ്യമാകുന്നതാണ്. നമ്മെ ദൈവനിവാസമാകേണ്ടതിന് വേണ്ടി വിളിച്ചിരിക്കുന്നു. അപ്പൊ 4:1 മറന്നു പോകരുത്, നമ്മുടെ വിളിക്ക് യോഗ്യമാകും വണ്ണം. അപ്പൊ ഒന്നാമത് വിളിച്ചിരിക്കുന്നത് വിശുദ്ധരും നിഷ്കളങ്കരുമായ മക്കളാകേണ്ടതിനാണെങ്കിൽ, 2-ാം അധ്യായത്തിൽ വിളിച്ചിരിക്കുന്നത് നാം ദൈവത്തിന്റെ നിവാസം ണ്ടതിനു വേണ്ടിയാണ്. ഞാനൊരു ആലയമാണെന്ന ബോധ്യത്തോടുകൂടെ ഇഹപര ജീവിതത്തെ നയിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ അരുതരുതാത്ത ഒന്നുമായിട്ട് നമ്മുടെ ശരീരം മുട്ടിത്തട്ടി ഉരഞ്ഞ് ഉരുമി പോകത്തില്ല. അരുതരുതാത്തത് കഴിച്ചു കുടിച്ചുടുത്ത് നമ്മൾ പോകത്തില്ല. അരുതരുതാത്ത ഇടപാടുകളിലേക്ക് നമ്മൾ പോകില്ല. അകത്ത് അനാവശ്യവും അനാത്മീയവും അധാർമികവും അസാൻമാർഗികവുമായതൊന്നും നമ്മുടെ ഉള്ളിൽ നമ്മൾ കരുതുകയില്ല. അതിനെയെല്ലാം പാടെ പരിത്യജിച്ചുകൊണ്ട് ആലയം എന്നുള്ള സംശുദ്ധാവസ്ഥയിൽ സുതാര്യതയിൽ നമുക്ക് മുന്നേറാൻ കർത്താവ് കൃപ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ വിജയപ്രദമായി മാറട്ടെ എന്നാഗ്രഹിച്ച് 2-ാം അധ്യായം അങ്ങനെ ആ വെളിപ്പെടുത്തൽ അവസാനിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൽ നമ്മളെ ആരായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്, ആരാകേണ്ടതിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് നാം അറിയണം. കർത്താവിന്റെ മഹനീയമായ ശുശ്രൂഷകരായി വിളിച്ചിരിക്കുന്നു. 3-ന്റെ 7-ാം വാക്യം നോക്കണം. ആ കൃപാധാനത്താൽ ഞാൻ അവന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യോഗ്യത കൊണ്ടല്ല എന്നെ ശുശ്രൂഷകനാക്കിയത്. കർത്താവിന്റെ ശുശ്രൂഷകനാകുവാനുള്ള അടിസ്ഥാനപരമായ യോഗ്യതകളൊന്നും എനിക്ക്, എൻ്റെ തറവാടിന്, എൻ്റെ വിദ്യാഭ്യാസത്തിന്, എൻ്റെ സാമ്പത്തികത്തിനൊന്നുമില്ല എന്ന് നമുക്കെല്ലാവർക്കും പറയാൻ കഴിയുന്ന കാര്യമാണ്. എന്നിട്ടും എന്നെ കർത്താവ് വിളിച്ചു, തെരഞ്ഞെടുത്തു, ശുശ്രൂഷകനാക്കി. എന്തുകൊണ്ടാ? അടിസ്ഥാനം എന്താ? കൃപാദാനത്താൽ. കൃപയാൽ ഞാൻ ശുശ്രൂഷകനായിരിക്കുന്നു. ആ സുവിശേഷത്തിന് അവന്റെ കൃപയുടെ വ്യാപാരത്താൽ ഞാൻ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. എന്താണ് ശുശ്രൂഷ എന്നറിയാമോ? ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുക, ക്രിസ്തുവിന്റെ അപ്രമേയ ധനം എല്ലാവരോടും അറിയിക്കുക, വിശേഷിച്ച് ജാതികളോട് എന്ന് പൗലോസ് എടുത്തു പറയുന്നു. അത് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ആത്യന്തികമായ ഉദ്ദേശത്തെക്കുറിച്ചുള്ള അവബോധത്തിലാണ് ജാതികളോട് അറിയിക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ 3-ാമത്തെ ഉദ്ദേശം കർത്താവിന്റെ ശുശ്രൂഷകരാകുക. ആ ശുശ്രൂഷയിൽ നാം പാലിക്കേണ്ട വിശ്വസ്തത, നാം പാലിക്കേണ്ട വിശുദ്ധി, നാം പാലിക്കേണ്ടതായിരിക്കുന്ന സുതാര്യത, നാം പാലിക്കേണ്ട ഉത്സാഹം, നാം പാലിക്കേണ്ട ഉന്മേഷം എല്ലാം അടക്കം ചെയ്തിട്ടുണ്ട്. തിമോഥെയോസ് ലേഖനം ഉടനീളം പഠിക്കുമ്പോൾ അതിനെ ആവർത്തിച്ചു പറയുന്ന പ്രയോഗമുണ്ട്. നല്ല ശുശ്രൂഷകനാകുക, നല്ല നിലയിലെത്തുക എന്നൊക്കെയുള്ള പ്രയോഗം. ആ നല്ലത് എന്നുള്ളതിന് അഗദോസ് എന്ന ഒരു ഗ്രീക്ക് വേർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഗദോസ് എന്ന് പറയുന്നത് ആകർഷണീയമായത്, ഫലപ്രദമായത്, ഗുണമേന്മയുള്ളത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ശുശ്രൂഷ ഗുണമേന്മയുള്ളതാകണം, ഫലപ്രദമാകണം, ആകർഷണീയമാകണം, വൈകല്യങ്ങൾ വൈകൃതങ്ങൾ ഒന്നുമില്ലാത്ത വിധം ക്രിസ്തുവിനെ ജാതികളുടെ മുൻപിൽ അപ്രമേയ ധനം എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പം കേൾക്കുന്നവന് അത് ഇമ്പമാകണം. മാത്രമല്ല, കേൾക്കുന്നവന്റെ ഹൃത്തടത്തിൽ അത് സ്വാധീനത ഉണ്ടാക്കാൻ കഴിയണം. അവൻ അതുവരെ നിൽക്കുന്ന സകലവിധ മതത്തിന്റെ കെട്ടുപാടുകളും അനാത്മികതയുടെ പ്രവണതകളും വ്യർത്ഥമായിരിക്കുന്ന ആചാരാനുഷ്ഠാന യാഗ യോഗകർമ്മങ്ങളെല്ലാം അവൻ പാടെ പരിത്യജിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന മഹത്വപൂർണമായിരിക്കുന്ന ആളത്വ മഹിമയുടെ പാദത്തിങ്കൽ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സ്വാധീനത, അതാണ് അഗദോസ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല ശുശ്രൂഷകനാകാൻ നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 8-9 വാക്യങ്ങൾ മുൻ എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ട്. ഞാൻ 8-9 വാക്യങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. 8-ാം വാക്യത്തിൽ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കണം. 1-ാമത്തെ ശുശ്രൂഷ അത് പ്രസംഗകരാകുക. 2-ാമത്തേത് 9-ാം വാക്യത്തിൽ പറയുന്നു അത് പ്രകാശിപ്പിക്കണം. ഓക്കെ, പ്രസംഗം ചെയ്യുന്നത് ഭാഷ കൊണ്ടാണ്. ഒരുപക്ഷെ വാക്കുരിയാടാൻ കഴിയാത്തവർക്ക് ആംഗ്യഭാഷയുണ്ട്. എങ്ങനെയായാലും പ്രസംഗം ഭാഷ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഭാഷയാണ്. ഇനിയിപ്പോൾ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് ഭാഷ കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുക. അപ്പൊ ഭാഷയാണ് പ്രസംഗത്തിന് ഉതകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. എന്നാൽ പ്രകാശിപ്പിക്കുക അത് ഭാഷ കൊണ്ടല്ല, അത് ആംഗ്യം കൊണ്ടല്ല. പിന്നെന്താ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത്? അത് നാം നമ്മുടെ ജീവിതം കൊണ്ടാണ് ചെയ്യുന്നത്. ജീവിതം കൊണ്ട് ചെയ്തേ പറ്റുള്ളൂ.
ജീവിതത്തിന്റെ സമസ്തമായിരിക്കുന്ന കാര്യങ്ങൾ പ്രകാശനമാകണം, ജനത്തിനത് ബോധ്യമാകണം. ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശോഭ എന്ന പോലെ വേദിയിൽ ഈ പ്രസംഗകൻ ഭാഷ കൊണ്ട് ആകർഷണീയത ഉണ്ടാക്കുമ്പോൾ അത് ഫലപ്രദമാകണമെങ്കിൽ ജീവിതം കൊണ്ട് പ്രകാശനം സൃഷ്ടിക്കാൻ കഴിയണം. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനാകാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എന്താണ്, നിങ്ങൾ എന്നോട് പഠിച്ചതും ഗ്രഹിച്ചതും കേട്ടതും. ഓക്കെ, 3 കാര്യങ്ങൾ: പഠിച്ചത്, ഗ്രഹിച്ചത്, കേട്ടത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ നിങ്ങളെ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ പഠിച്ചു. നിങ്ങൾ എൻ്റെ പ്രസംഗ വേദികളിൽ ഞാൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ടവരാ, നിങ്ങൾ എൻ്റെ ശ്രോതാക്കളായിരുന്നു. നിങ്ങൾ എൻ്റെ വിദ്യാർത്ഥികളായിരുന്നു, നിങ്ങൾ എൻ്റെ ശ്രോതാക്കളായിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ പ്രേക്ഷകരായിരുന്നു. നിങ്ങൾ കേട്ടു, നിങ്ങൾ പഠിച്ചു, ഗ്രഹിച്ചു. മാത്രമല്ല, 4മതൊരു കാര്യം താൻ പറയുന്നു, നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടത്. അതാണ് പ്രകാശനം, അതാണ് പ്രകാശനം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലെ ഈ 4 പ്രയോഗങ്ങൾ സകല ശുശ്രൂഷകരും അറിയേണ്ടത്. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടത്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചത്, നിങ്ങൾ ഗ്രഹിച്ചത്. കണ്ടില്ലേ? ഈ 3 കാര്യങ്ങൾ ആർക്കും ചെയ്യാം, എവിടെയും ചെയ്യാൻ പറ്റും. പക്ഷെ അടുത്ത 4മത്തെ ഒരു ഘടകമാണ് നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടത്. ആ കണ്ടതാണ് പ്രകാശനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് മറഞ്ഞിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പ്രസംഗകന് ജനത്തിന് കാണാൻ കഴിയണം, വിഷ്വലാകണം പ്രസംഗകൻ. ആ വിഷ്വലാകുക എന്ന് പറഞ്ഞാൽ വേദിയിൽ, പുൾപിറ്റിൽ അല്ലെങ്കിൽ പോഡിയത്തിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു വാചാലതയുള്ള ആളായിട്ടല്ല അവർ കാണുന്നത്. അങ്ങനെ അവർ കാണുന്നുണ്ട്, കണ്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആ പ്രസംഗകന്റെ ജീവിതത്തെ മൊത്തമായിട്ട് അവര് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പ്രകാശനം അവർക്ക് ബോധ്യമാകണം. അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു. ഇനി ചിന്തിച്ച്, വിളിക്ക് യോഗ്യമാകും വണ്ണം എന്ന് പറയുന്നതിനകത്ത് ഈ തീഷ്ണമായ ആഴമേറിയ ആത്മീയ ബോധ്യമുണ്ട് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഇനി 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരിക. 4-ാം അധ്യായത്തിൽ വിളിക്ക് യോഗ്യമാകും വണ്ണം, അത് നമ്മുടെ പാഠ്യഭാഗമായതുകൊണ്ട് ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. പൂർണ്ണ വിനയത്തോടെ, എളിമയോടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മളത് വിശദമായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 4-ാം അധ്യായം. ഇനി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ പ്രാണനാഥന് നിർമ്മല കന്യകയാകാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നതെന്നറിയണം. ലോകത്തോട് ഇടപെടാതെ ജലത്തിൽ ഉയർന്നു വരുന്ന പാപരാഗങ്ങളുടെ, തരംഗങ്ങളുടെ, മോഹങ്ങളുടെ ഒന്നും മുൻപിൽ പണയപ്പെട്ടു പോകാത്ത, ആഠ്യത്വമുള്ള, അന്തസ്സുള്ള, ആഭിജാത്യമുള്ള, തലയെടുപ്പുള്ള, ആത്മീക കോമളത്വം പണയപ്പെട്ടു പോകാത്ത ഒരു നിലയിൽ നാം കന്യക എന്ന നിലയിൽ, നിർമ്മല കന്യക എന്ന നിലയിൽ, കറചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ നമുക്ക് നമ്മെ തന്നെ വെടിപ്പാക്കി തൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കാൻ കഴിയുന്ന ആ ആഠ്യത്വം, അതാണ് 5-ാം അധ്യായത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളി. അപ്പൊ വിളിക്ക് യോഗ്യമാകും വണ്ണം എന്ന് പറയുമ്പോൾ 5-ാമത്തെ ചിന്ത അതാണ് എന്നറിയണം. ഇനി 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വിളിക്ക് യോഗ്യമാകും വണ്ണം, എന്താണ് ആ വിളിയുടെ മഹത്വം, എന്താണ് ആ വിളിയുടെ ഉദ്ദേശം എന്നറിയാമോ? വിളിയുടെ ഉദ്ദേശം കളത്തിൽ നിൽക്കേണ്ടതിനു വേണ്ടിയാണ്. ഉയർന്നു വരുന്ന ശത്രു സന്നാഹങ്ങളുടെ, ആരവാരവങ്ങളുടെ, ആക്രോശങ്ങളുടെ, ആക്രന്ദനങ്ങളുടെ, ഭയാനകമായിരിക്കുന്ന യുദ്ധസന്നാഹങ്ങളുടെ മുമ്പിൽ പതറാത്ത മനസ്സും ഇടറാത്ത പാദങ്ങളുമായി പോർക്കളത്തിൽ നിൽക്കാൻ കഴിയും. പോർക്കളത്തിൽ നിന്ന് പുറകോട്ടോടുന്ന ശൗലിനെയും അബ്നേറിനെയും മറ്റു പടയാളികളെയും കണ്ടിട്ടുണ്ടല്ലോ. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം. പോർക്കളത്തിൽ നിന്നവർ ഓടി ശത്രുവിന് പുറങ്കാട്ടുമാറാക്കി. ശൗലൊന്നും പുറത്തിറങ്ങുന്നില്ല, കൂടാരത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. 40 ദിവസമായി എല്ലാ ദിവസവും രാവിലെ വന്ന് വെല്ലുവിളിക്കുന്ന മല്ലനായൊരു മനുഷ്യൻ. പോർക്കളത്തിൽ നേരിടുവാൻ നിർവാഹമില്ലാതെ അവരെല്ലാം ഒളിച്ചു നിൽക്കുമ്പോൾ ശത്രുവിന് നേരെ ഓടുന്ന, അണിക്ക് നേരെ ഓടുന്ന, അണിയിൽ നിന്ന് വീട്ടിലേക്ക് ഓടുന്ന ഒരു പറ്റം ആളുകളും അണിക്ക് നേരെ ഓടുന്ന ഒരു കൊച്ചു പയ്യനെ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ അപ്പന്റെ ഉത്തരവാദിത്വം വലുതാണ്. എന്താണ്? തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും യാഗയോഗങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യൻ,
മനസ്സിലായില്ലേ? അതാണ് ഇശായിയുടെ പ്രത്യേകത. ആ ഇശായിയോട് ദൈവാത്മാവിന്റെ ആലോചന കിട്ടിയ ശമൂവേൽ പറയുന്നുണ്ട്, നിന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. അതാണ് ദാവീദിന്റെ മഹത്വം. അവിടെ മുതൽ നമ്മൾ പഠിച്ചു വരണം. ഇശായിയുടെ മക്കളിൽ രാജകലയുള്ള ഒരുവൻ. ചേട്ടന്മാരൊക്കെ പട്ടാളത്തിലാണ്. ആ ചേട്ടന്മാരാണ് ഇവനോട് പറയുന്നത്, ആടിനെ നോക്കാൻ വിട്ടിരിക്കുന്നത് നീ ആടിനെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് യുദ്ധം കാണാൻ വന്നാണോ, വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനെക്കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയുന്ന ഒരു കാര്യം ഇതാ. ശമൂവേൽ ഇശായിയോട് വീട്ടിൽ ചെന്ന് പറയുക, നിന്റെ മക്കളിൽ യഹോവ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. അപ്പം രാജകലയുള്ളവന് പോർക്കളത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഗോല്യാത്തല്ല, അവനേക്കാൾ ഇരട്ടി നെടുപ്പമുള്ളവനും കൂടെ വന്നാലും ഇവനത് കാര്യമല്ല. കാരണം അവനിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുടെ സവിശേഷതയുണ്ട്. പോർമുഖത്ത് നിന്ന് പിന്മാറാതെ, മടങ്ങി മണ്ടിപ്പോകാതെ, തൻ്റെ ഇടത്തോടെ അവിടെ നിന്നുകൊണ്ട് യുദ്ധത്തെ വിജയിപ്പിക്കുക, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തെ വിജയിപ്പിക്കുക, യാഹോവയുടെ നാമത്തെ ഉയർത്തുക. അവൻ പറയുന്ന വീറോടെ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയുടെ നാമത്തെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മിയുടെ തലചേദിക്കുന്നവൻ എന്തു കൊടുക്കും? വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടൊന്നുമല്ല, വല്ലതും കിട്ടണമെന്നുള്ള താല്പര്യത്തോടുമല്ല. യഹോവയുടെ നാമത്തെ നിന്ദിക്കുന്ന ആ നിന്നയെ എടുത്ത് മാറ്റേണ്ടതിന്, യഹോവയുടെ നാമത്തെക്കുറിച്ചുള്ള എരിവ്, ആ എരിവോടുകൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ പോർക്കളത്തിൽ ജയിക്കാൻ കഴിയുള്ളൂ. നമ്മളൊരു പോർമുഖത്താണ്, ഭയാനകമായിരിക്കുന്ന ഒരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുക. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അതിജീവിക്കുവാൻ കഴിയാത്ത വിധം പെടഞ്ഞ താഴെ വീഴത്തക്ക നിലയിലുള്ള സംവിധാനങ്ങളാ പിശാചും അവന്റെ സൈന്യവും ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മറ്റൊരു ദാവീദ് എന്നതുപോലെ പോർക്കളത്തിൽ നിലകൊള്ളുവാൻ നമുക്ക് കഴിയണം. ദാവീദിനെയും ഗോലിയാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാ യോഗങ്ങളിൽ കേൾക്കുന്നതല്ലേ, പക്ഷെ ആ പോരാട്ട ആർജവത്വം നമ്മിലേക്ക് വ്യാപരിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും അതുണ്ടായേ പറ്റുള്ളൂ. നമ്മൾ പോർക്കളത്തിലാണ്. മുൻപോട്ട് വീണ് മരിക്കാനല്ല, ജയം പ്രാപിക്കേണ്ടതിന് വേണ്ടി. ജയമല്ലാതെ വേറൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശത്രുവുമായിട്ടൊരു കോംപ്രമൈസ് ഇല്ല. വെള്ളക്കൊടി കാണിച്ചിട്ട് കീഴ്പ്പെടുന്നില്ല, നമ്മൾ കീഴടങ്ങുന്നില്ല. നമ്മൾ ഈ പോർക്കളത്തിലേക്ക് വന്നത് ജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്ന് നാം അറിയണം. അതിനു വേണ്ടുന്ന കരുത്ത്, അതിനു വേണ്ടുന്ന ബലം, അതിനു വേണ്ടുന്ന ആരോഗ്യം, അതിനു വേണ്ടുന്ന കാഴ്ചപ്പാട്, അതിനു വേണ്ടുന്ന ഉൾക്കാഴ്ച കർത്താവ് നമുക്ക് നൽകിയേ പറ്റൂ. അതിനെ പ്രാപിക്കണം. അതാണ് 6-ാം അധ്യായത്തിൽ. ഇനി ചിന്തിച്ചേ, 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം. ഓക്കെ, നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ 6 ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. അത് കൃത്യതയോടെ നിറവേറ്റുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. വിളിച്ചത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൻ്റെ ഔന്നത്യത്തിൻ്റെ ആ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ആ വിളിക്ക് യോഗ്യമാകും വണ്ണം തുടരാൻ കഴിയണം. വിളിയുടെ ലക്ഷ്യത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സമസ്ത പോരുകളെയും തകർത്തുകൊണ്ട് കരുത്തോടെ മുൻപോട്ട് കുതിക്കാൻ കഴിയണം. 18-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വിളിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ, വിളിയുടെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന സമസ്ത പോരുകളെയും കണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ പാഞ്ഞ് മുൻപോട്ട് പോകും. രാജാവിന് വേണ്ടി ഒരുക്കപ്പെട്ട പടക്കുതിരയുടെ ആർജവത്വത്തോടുകൂടെ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് മുന്നേറും. അതിനായിട്ട് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ നല്ല മക്കളാകാം, നല്ല നിവാസങ്ങളാകാം, നല്ല ശുശ്രൂഷകരാകാം, ജീവിതത്തിൻ്റെ സ്വഭാവ മൂല്യങ്ങളുള്ളവരാകാം, നിർമ്മല കന്യകയാകാം, പോർക്കളത്തിൽ പതറാത്ത പടയാളിയാകാം. അതിനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ വിളിയുടെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ കർത്താവ് വേണ്ടതെല്ലാം നമ്മുടെ മേൽ മഴ പോലെ പെയ്ച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിന് വിരാമമാകുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ.